ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്നിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഏറെ പഴക്കമുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നതിലെല്ലാം ഈ ഒരു വാക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. നല്ല തിരക്കായിരുന്നു. ഏപ്രിൽ മാസം നല്ല തിരക്കായിരുന്നു. ഈ ഡേറ്റ് മാറ്റുന്നതാണല്ലോ, ഇത് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഏപ്രിൽ 25 അല്ല, മാർച്ച് 25 എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ ഇടയായിട്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞൊരു ഏപ്രിൽ. ഇപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് സെറ്റായി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഇടേണ്ടതാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നു, അത് മാത്രമല്ല ഒരു മെമ്മറി ആയിട്ട് നമുക്കിതൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മാത്രമല്ല പുതിയ സ്റ്റോക്കൊന്നും കയ്യിലുണ്ടായിരുന്നില്ല, തിരക്ക് കാരണം പുതിയ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു വീക്ക് ഡേ ആണ്. നമുക്ക് രാവിലെ തന്നെ അവിടെ ഉണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പാല് കാച്ചാൻ വെച്ചു, അതിന് ശേഷം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ ടോസ്റ്റർ വാങ്ങുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് നല്ല സംശയമായിരുന്നു ഇത് വാങ്ങണോ, നമുക്ക് യൂസ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഇത് വാങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ഹെൽപ്പായിട്ടുണ്ട്. കുറേ ടൈം സേവിങ്. മറ്റേ ഞാൻ എപ്പോഴും ടോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പാനിലായിരുന്നു. പാനിൽ ബട്ടർ കഴിച്ച് അപ്പം നമ്മൾ ഓരോ ബ്രെഡ് ഇങ്ങനെ എടുത്ത് ടോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ ടൈം എടുക്കുമല്ലോ. എന്നിട്ട് വേണം ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഫില്ലിംഗ് ഒക്കെ സെറ്റ് ആക്കണമെങ്കിൽ. അപ്പോൾ കുറച്ചധികം ടൈം എടുക്കുമായിരുന്നു. ഇതിപ്പോൾ ടോസ്റ്റ് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കൂടെ ഇരിക്കുമ്പോഴല്ലോ പാൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ടോസ്റ്റുള്ള കാരണം ടോസ്റ്റിലുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്നുണ്ടാവും. ചായ ഉണ്ടാക്കലോ കാപ്പി ഉണ്ടാക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമ്പോഴേക്കും നമ്മൾ ടോസ്റ്റ് റെഡിയാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. അപ്പം ഇത് വാങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ടെസ്റ്റിങ്ങിന് വേണ്ടി രണ്ടെണ്ണമുള്ള മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ സനോയാണ് എന്നെ എൻകറേജ് ചെയ്ത് വാങ്ങുവാണെങ്കിൽ 4 വാങ്ങാം, ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും പോയി അപ്ഗ്രേഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അന്നേരം വാങ്ങിയതാണ്. എനിക്ക് നല്ല പേടിയായിരുന്നു വാങ്ങുമ്പോൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ വെറുതെ ആവുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, നല്ല ടൈം സേവിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. കെച്ചപ്പും ചീസൊക്കെ വെച്ച് ഒരു വലിയ പരീക്ഷണം നടത്തി നോക്കിയതാണ്. കാരണം നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകണമായിരുന്നു, അത് കാരണം നോണൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പരീക്ഷണാർത്ഥം കൊടുത്തതാണെങ്കിലും വൺ ഫ്ലോപ്പ് ആയിരുന്നു. പിള്ളേർക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചീസ് വെറുതെ വെച്ചാലും വേണ്ടിയില്ലായിരുന്നു, കെച്ചപ്പ് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും അന്നത്തെ ദിവസം കഴിച്ചിട്ട് വന്നത് ഒരു സമാധാനം. പിന്നെ സ്നാക്ക് ബോക്സിലേക്ക് മുന്തിരി വെച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഉണ്ടല്ലോ ഇവർക്ക് വെക്കുമ്പോൾ ഇതുപോലെ സാൻഡ്വിച്ചും അതുപോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടായിട്ടാണ് കേട്ടോ എപ്പോഴും വെക്കാറ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് ഡുങ്ങുടുവിൻ്റെ ലഞ്ച് ബോക്സ് ആണ് പാക്ക് ചെയ്തത്. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു മിനി റോൾ ഉണ്ടായിരുന്ന സമയത്ത് ഡുങ്കുറു കഴിച്ചു, പക്ഷേ സച്ചു കഴിച്ചില്ല. അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ ഒരെണ്ണം മാറ്റി വെച്ചതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ ദോശയും കൂടി അതിൻ്റെ കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഏകദേശം ഒരു 7:30 മണിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സനോ ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വീക്ക് ഡേ ആണ്, ജോലിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അത് കാരണം സനോ അങ്ങനെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ടൈം സേവിങ് ആണ് ഈ ടോസ്റ്ററൊക്കെ വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പാത്രം കഴുകി വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ തീർത്ത് നമുക്ക് ഏകദേശം കിച്ചണൊന്നും രാവിലത്തെ കാര്യങ്ങളെല്ലാം അടച്ചു പൂട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടേക്ക് ഒന്ന് ഒതുക്കി വന്നപ്പോഴേക്കും ഡുങ്ങുടിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. സാധാരണ അവള് ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൾ നടന്നാൽ പോവുക. പക്ഷേ ഫ്രണ്ട്സ് ഇല്ലാത്ത ദിവസമായിരുന്നുകൊണ്ട് എനിക്ക് കൊണ്ടുപോകണം കേട്ടോ. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സച്ചുവിനെയും എനിക്ക് പെട്ടെന്ന് റെഡിയാക്കേണ്ട അവസ്ഥയാണ്. ഇല്ലെങ്കിൽ ഡുങ്ങുട് 8 മണിയാകുമ്പോൾ പോകും, ഇവൾക്ക് ഒരു 8:20 ആകുമ്പോഴേക്ക് റെഡി ആവാൻ പോയാൽ മതി. കാരണം 8:30 കഴിഞ്ഞ് പോയാൽ മതി. പക്ഷെ ഡുങ്ങുടിന് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് സമയം ഉണ്ടാവില്ല, കാരണം അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടാവും സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും പിന്നെ സച്ചുവിന് പോകേണ്ട ടൈം ആയിരിക്കും. അപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടി റെഡി ആക്കിയിട്ടാണ് പോകണം. അങ്ങനെ ഡുങ്ങുടിനെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ പെട്ടെന്ന് നമ്മൾ വീട്ടിലെത്തുന്നു. വേഗം തന്നെ സച്ചിനെ കൊണ്ടാക്കുന്നു കേട്ടോ. ഭയങ്കര കറക്റ്റ് ടൈമാണ്. ചില ദിവസം ബ്ലോക്കൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ 2 പേരെയും സ്കൂളിലേക്കൊക്കെ കൊണ്ടാക്കിയതിന് ശേഷമാണ് എന്താ പറയുക ശ്വാസം വിടാനുള്ളൊരു സമയം കിട്ടുന്നത്. പ്രത്യേകിച്ച് കൊണ്ടാക്കുന്ന ദിവസം ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഭയങ്കര ധൃതിയാണ്, അവളെ ടൈമിന് എത്തിക്കണം എന്നുള്ളൊരു സമയം ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഒരു ഓട്ടപ്രദക്ഷിണമാണ്. എന്താ പറയുക, ഓടി എങ്ങനെയൊക്കെ എത്തിക്കും. ഇത് എല്ലാ ദിവസവും പതിവുള്ളതല്ല, പക്ഷെ എന്നാലും ചില ദിവസം ഇങ്ങനെ തോന്നും ഒന്ന് കുറച്ച് നേരം കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ഇരിക്കണം തോന്നും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാ ദിവസവും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫോണൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കും. ഈ ഫോൺ കുത്തിയിരിക്കുന്നത് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ദിവസം ഇങ്ങനെ ഇരുന്ന് പോകും. അത് ഒരു പ്രശ്നമുണ്ടോ. ഞാൻ ചില സമയത്ത് എന്താണെന്ന് പറയും അലക്സയിൽ ടൈമർ വെച്ചിട്ടായിരിക്കും എടുക്കുക. ആ ടൈമർ വരെ നോക്കുള്ളൂ എന്നുള്ളൊരിതിൽ, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ഇന്ന് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളായിട്ട് ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇല്ലെങ്കിൽ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് തീർത്തിട്ടായിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ എഡിറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം വേഗം പോയി കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. മുടി നനയ്ക്കുന്ന ദിവസം തന്നെ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുടി ഉണക്കുക. കാരണം ഇവിടെ തണുപ്പുള്ള സമയത്ത് മുടി ഉണങ്ങാൻ നല്ല കഷ്ടപ്പാടാണ്. എനിക്ക് വലിയ ഉള്ളൊന്നും ഇല്ല മുടിക്കുന്നുണ്ടെങ്കിലും ഉണങ്ങി കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ അത്യാവശ്യം വേണ്ട സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളത്തേക്കുള്ള കുട്ടികൾക്ക് വേണ്ട യൂണിഫോം ഒന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചാൽ
ഡുങ്കുടുവിനെ എനിക്ക് ഡുങ്കുടുവിൻ്റെ യൂണിഫോം ഞാൻ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സച്ചുവിൻ്റെ യൂണിഫോം ആയിരുന്നു പിറ്റേ ദിവസത്തേക്ക് ആവശ്യം. 2 ദിവസം വെച്ചിട്ടാണ് യൂണിഫോം ഓരോന്ന് ഇടാറ്. അപ്പോൾ ഡുങ്കുടുവിൻ്റെ യൂണിഫോം തലേ ദിവസം ഇന്നത്തെ ദിവസം ഇട്ടത് തന്നെയാണ് അവിടെ അടുത്ത ദിവസം ഇടുന്നത്, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് കൂടെ തന്നെ അമ്മോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേക്കണ പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. മിക്കവാറും വീഡിയോ എഡിറ്റിംഗ് അല്ലാത്ത എല്ലാ പരിപാടികളും അമ്മോട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചുവിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, വൈകുന്നേരം അതിൻ്റെ തിക്കും തിരക്കും വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ബെഡിൽ ഇങ്ങനെ നിരത്തിയിടുക എന്നുള്ളത് എനിക്ക് പതിവുള്ള കാര്യമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ അവൾക്ക് ഡ്രസ്സാണ്, നമ്മുടെ സെറ്റ് സാരി ഉണ്ടല്ലോ, സെറ്റ് സാരി ഒന്ന് മടക്കി ഒരു സ്കേർട്ട് പോലെ തയ്പ്പിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഫ്ലീറ്റൊക്കെ ഞാൻ പിൻ ചെയ്ത് ഒന്ന് തേച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വേണ്ട അത്യാവശ്യം വേണ്ട മറ്റേ ജ്വല്ലറീസ്, മുടിയിൽ കെട്ടാനുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഒന്ന് ഒതുക്കിയെല്ലാം വെച്ചിട്ട് സ്ലൈഡും കാര്യങ്ങളും പിന്നെ തപ്പി നടക്കണ്ടല്ലോ, എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് വളയൊക്കെ ഞാൻ വെച്ചിട്ട് ഒഴുക്ക് ചെയ്താണ്. അപ്പോൾ അതൊന്നുള്ള ഇവള് അടുത്തില്ലാത്തതുകൊണ്ട് അറിയുന്നില്ല. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ബാഗും കൂടി ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വാറ് ഇട്ടിട്ടാണ് ഞാൻ തൂക്കിയിടാൻ, അതാണല്ലോ എളുപ്പം. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് US ചേച്ചി വാങ്ങി തന്ന ഒരു ബാഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പം ഇന്നത്തെ വെതർ എന്ന് പറയുന്നത് വല്ലാത്തൊരു വെതറായിരുന്നു. ഇടയ്ക്ക് നല്ല വെയിൽ, അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ, അതുപോലെ തന്നെ പിന്നെയും വെയിൽ വരും, അങ്ങനത്തെ ഒരു വെതറായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഏകദേശം 1:45 ആയപ്പോഴേക്കും ഞാൻ സച്ചിനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. സ്കൂൾ വിട്ടിട്ടില്ല, പക്ഷെ അവളെ ഈ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല 2 മണിക്ക് അവർക്ക് ഈസ്റ്ററിൻ്റെ എന്തൊരു പരിപാടിയാണ്. അപ്പോൾ പാരൻസ് കൂടി പോകേണ്ട പരിപാടിയാണ്. അത് പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ തിരിച്ചെത്താൻ ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും ഞാൻ പ്രോഗ്രാം അല്ലേ, ക്ലാസ് ഒന്നും മിസ്സാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സച്ചിനെ വേഗം പോയി പിക്ക് ചെയ്ത് വന്നേ. പിന്നെ അവിടെ വേഗം കുളിപ്പിക്കൽ, അതുപോലെ തന്നെ ഫുഡ് കഴിപ്പിക്കൽ, അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പരിപാടിക്ക് വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഏകദേശം ഒരുവിധം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ പറഞ്ഞ പോലെ സനോയിന് ഡ്യൂട്ടി ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ പോകുന്നതാണ് എനിക്കൊരു സമാധാനം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മുടി വേറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് മുഖത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഇട്ടിട്ട് ബാക്കി ഞാൻ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ അത്ര വല്ല മേക്കപ്പ് അറിയുന്ന ഒരാളൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ അവളെ മേക്കപ്പ് ചെയ്യിപ്പിച്ച് വിടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളെല്ലാം ബ്ലഷൊക്കെ ഇടുന്നത് പൊട്ടയായി കഴിഞ്ഞാൽ ഡുങ്കുടു വന്നാണ്, എനിക്ക് ഡുങ്കുടുവാണ് ഇപ്പം എൻ്റെ ടീച്ചർ എന്ന് പറയാം മേക്കപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ ചെയ്തു. എപ്പോഴും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നൊരു പരിപാടി മുടി കെട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഇത്തവണ എനിക്കുണ്ടല്ലോ മുടി കെട്ടുന്നതിനേക്കാൾ കൂടുതൽ, മുടി കെട്ടാൻ അത്ര സമയം എടുത്തില്ല, പക്ഷേ ഡ്രസ്സ് നമ്മൾ ഫ്ലീറ്റൊക്കെ എത്രയൊക്കെ ഉടുത്ത് വെച്ചു എന്ന് പറഞ്ഞാലും അതൊക്കെ ഒന്ന് ഉടുപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റ് ആവുമെന്ന് എനിക്ക് പേടിയില്ല. കാരണം പ്രത്യേകിച്ച് എനിക്ക് ഹെൽപ്പ് കിട്ടുന്നത് ഡുങ്കുടു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല കേട്ടോ പറഞ്ഞോ. കാരണം ഈ സാരിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവൾക്കും എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്താലേ ചെയ്യുള്ളൂ. സനവി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സെറ്റിപ്പിങ് കുത്തിത്തരാനൊക്കെ ഒരു എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത് കൊടുത്തല്ലേ പറ്റുള്ളൂ. എല്ലാം അങ്ങനെ ഒരുവിധം അവളെയൊക്കെ ഒരുക്കി ഒരുവിധം സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഡുങ്കുടും അതിൻ്റെ ഇടയിൽ പോയി റെഡി ആയിട്ടുണ്ടായിരുന്നു. അവിടെ സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടോ. ഇത് ഞാൻ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത്. 7 മണിയോട് കൂടിയിട്ട് നമുക്ക് അവിടെ എത്തണം എന്നാണ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനൊരു 6:15 ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ബ്ലോക്ക് കിട്ടുന്നൊരു സമയമാണ് ഇത്. ഒരുപാട് ഫാസ്റ്റ് എനിക്ക് ഓടിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ റീഡയറക്റ്റ് ചെയ്ത് മാപ്പ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ആ വഴി പോകാൻ കുറച്ച് പേടി. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള വഴി കിട്ടില്ല. എനിക്കറിയാവുന്ന വഴി കൂടെ പോകുന്നതാണ് എനിക്ക് കുറച്ച് കംഫർട്ട്. അപ്പോൾ അവിടെ നല്ല ബ്ലോക്കുള്ള സ്ഥലമായിരിക്കും. അത് കാരണം ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര നേരത്തെ ഇറങ്ങി എന്ന് പറഞ്ഞാലും കൃത്യം 7 മണിയായപ്പോൾ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അവിടെ എത്തി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും മിസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ കയ്യിൽ അട്ടയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവരുടെ ഒരു ഫോക്ക് ഡാൻസ് ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. പൊട്ടും കാര്യങ്ങളെല്ലാം മാറ്റി വേണ്ട രീതിയിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മറ്റേ ഫോക്ക് ഡാൻസ് ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഇവിടെ 3 കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് താടിക്കകത്ത്. അപ്പോൾ അതെല്ലാം മിസ്സൊക്കെ വന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം അവരെ കൊണ്ട് ലാസ്റ്റ് ഒരു പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിച്ചു. വേറെ ബാച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ദിലീഷേട്ടനും നീതുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെ നമ്മുടെ വീഡിയോയിൽ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാംസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. സച്ചുവിൻ്റെ പ്രോഗ്രാമും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് സനവയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഷിഫ്റ്റിന് വേറെ ആൾ കൂടെ ഉണ്ടായിരുന്നു, സ്റ്റാഫ് ഉണ്ടായിരുന്നുകൊണ്ട് എന്താ പറയുക ഒരു മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഗ്രാം 8 മണിക്കാണ്. 8 മണി വരെയാണ് സനുവിൻ്റെ ഷിഫ്റ്റ്. 7 മണിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയതുകൊണ്ട് സമയത്തിന് തന്നെ ഇവിടെ എത്താൻ പറ്റി കേട്ടോ.
അതുകൊണ്ട് പ്രോഗ്രാം എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സനുവിനെ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഫുൾ ഡാൻസ് വീഡിയോ ഉണ്ടല്ലോ, ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കണേ. അതിനുശേഷം വേറൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, 3 പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്പലത്തിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.